രക്തം 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 എന്നേശുവിൻ രക്തം എൻ വിമോചനം. കുറച്ച് നാളായിട്ട് ക്യാരി ചെയ്തുകൊണ്ട് വന്നതെല്ലാം കൊണ്ടുവന്ന് വെള്ളത്തോട് ഡംപ് ചെയ്തൊരു ഫീലായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. രക്തം 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 എന്നേശുവിൻ രക്തം. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കാലത്ത് ഗ്രഹിച്ചത് എല്ലാം ഇന്ന് ഒരു പരിധിയിൽ വരെ പറഞ്ഞാൽ വേസ്റ്റായിട്ട് മാറിയിരിക്കുകയാണ്. പാപിയെ സ്വതന്ത്രനാക്കും യേശുവിൻ രക്തം. ഞാൻ പല ധ്യാനങ്ങളും കൂടിയിട്ടുണ്ട്, ഒരു 4-5 ധ്യാനം വരെ കൂടിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് എനിക്ക് ഈ 6 ദിവസം അനുഭവപ്പെട്ടത്. രക്തം 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 എന്നേശുവിൻ രക്തം. നമ്മൾ ഒരുപാട് വ്യാഖ്യാനങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു അതിനെ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒന്നുകൂടെ ബ്രൈറ്റനാക്കി കാണിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒരുപാട് സ്വന്തമായിട്ടൊന്നുമില്ല, സ്വന്തം അറിവോ അല്ലെങ്കിൽ ഞാൻ പഠിച്ചതെന്നോ ഒന്നുമല്ല, ജസ്റ്റ് വചനത്തിൽ ഇങ്ങനെ അത് ഞാൻ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്നു. ഇത് മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തതും അത് എൻ്റെ കണ്ണിനെ തുറക്കാനിടയായി. നിത്യം സ്വതന്ത്രനാക്കുന്നേ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച ഞങ്ങൾ ആദ്യം കൂടിയ ധ്യാനത്തിൻ്റെ ആ ഒരു മെത്തേഡായിരുന്നു. പക്ഷേ ഇവിടെ വന്നിരുന്നപ്പോഴാണ് ദൈവം എന്നെ വേറൊരു തലത്തിലേക്ക് എന്നെ കൊണ്ടുപോയത്. എൻ്റെ ഹൃദയത്തിൽ ഞാൻ കംപ്ലീറ്റ് ഫ്രീ ആയി, വെയ്റ്റ്ലെസ് ആയി, എൻ്റെ നിരാശ മാറി. രക്തം എൻ വിമോചനത്തിൻ രക്തം. ഇത് ഒരു റിവൈവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വീണ്ടും ടച്ച് ചെയ്തൊരു സെൻസേഷൻ ആയിരുന്നു. ഇപ്പോഴും എനിക്ക് ഉള്ളിൽ അറിയാം, എന്നെ തുടച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽ എനിക്ക് ശരിക്കും ഉണ്ട് ഉള്ളിൽ. ഞാൻ പറയുന്നു, ലോകത്തിലെ ഏറ്റവും നല്ലൊരു സ്ഥലം ഉണ്ടെങ്കിൽ അത് ഇതാണ്. കാരണം ദൈവത്തിന്റെ ചിന്തകൾ എത്രയധികം കടന്നു വരുന്നു. ആ സ്ഥലമാണ് ലോകത്തിലെ ഏറ്റവും നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ. പക്ഷെ ഇത് തിരിച്ചറിയുന്നില്ല ആൾക്കാർ. രോഗങ്ങളെല്ലാം വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് ആ മുഴ ഉണ്ടായിരുന്നു, കൈ വെച്ച് പ്രാർത്ഥിച്ചു, അതിപ്പോ കാണാനുണ്ടായില്ല. ദൈവത്തിന് സ്തോത്രക്കാരങ്ങൾ. അടുത്ത ധ്യാനം ഓഗസ്റ്റ് 5 മുതൽ 10 വരെ. എന്നേശുവിൻ രക്തം എൻ വിമോചനത്തിൻ രക്തം എന്നെ സ്വതന്ത്രനാക്കുന്നേ.